ഹായ് ഗായ്സ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ പേരാണ് ഹിറ്റാച്ചി എനർജി ഇന്ത്യ ലിമിറ്റഡ്. ഈ കമ്പനി പവർ ജനറേഷൻ്റെയും എൻ യൂസ് കൺസംഷൻ്റെ ഇടയിൽ ഒരു മിഷൻ ക്രിട്ടിക്കൽ ടെക്നോളജി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ത്രൂ ട്രാൻസ്മിഷൻ ആൻഡ് HVDC സിസ്റ്റം, സബ്സ്റ്റേഷൻ ഓട്ടോമേഷൻ, റിന്യൂവബിൾ എനർജി ആൻഡ് ഇൻ്റഗ്രേഷൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രിഫിക്കേഷൻ, റെയിൽ ഇലക്ട്രിഫിക്കേഷൻ and life cycle asset services. ഹിറ്റാച്ചി എനർജി ഇന്ത്യ ലിമിറ്റഡ് പവർ ജനറേഷന് ശേഷം അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിലും ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് സിസ്റ്റത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഒരു 500 GW മിഷനിലേക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഹിറ്റാച്ചി എനർജി ഇന്ത്യ ലിമിറ്റഡിൻ്റെ പ്രൊഡക്റ്റുകൾ ആയ സ്വിച്ച് ഗീസ്, GIS ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗീസ്, അതുപോലെ തന്നെ AIS എയർ ഇൻസുലേറ്റഡ് സ്വിച്ച് ഗീസ് എല്ലാം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബിഫോർ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്, ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ദ സോൾ പർപ്പസ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ. ഹിറ്റാച്ചി എനർജി ഇന്ത്യ ലിമിറ്റഡിൻ്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾ കണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവരുടെ സെഗ്മെൻറ്റ് വൈസ് റവന്യൂ കോൺട്രിബ്യൂഷനാണ് ഫിനാൻഷ്യൽ ഇയർ 2025. ഇതിൽ ട്രാൻസ്മിഷൻ സെക്ടർ 45%, റിന്യൂവബിൾ അതായത് വിൻഡ് സോളാർ 25%, റെയിൽ ആൻഡ് മെട്രോ സെഗ്മെൻറ്റ് 10%, ഡേറ്റാ സെൻറ്റർ 5%, സർവീസ് ആൻഡ് എക്സ്പോർട്ട് 7%. നെക്സ്റ്റ് ഇവരുടെ സെഗ്മെൻറ്റ് വൈസ് റവന്യൂ ജനറേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കമ്പനിയുടെ 45 to 55% ട്രാൻസ്മിഷൻ ആൻഡ് ഹൈ വോൾട്ടേജ് പ്രൊഡക്റ്റാണ്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് സിസ്റ്റം, ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയർസ്, സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് ഷണ്ട് റെസിസ്റ്റേഴ്സാണ്. അവരുടെ നെക്സ്റ്റ് സെഗ്മെൻറ്റാണ് ഗ്രിഡ് ഓട്ടോമേഷൻ ആൻഡ് റിന്യൂവബിൾ ഇൻ്റഗ്രേഷൻ, സ്റ്റാറ്റ്കോം, ഹാർമോണിക് ഫിൽറ്റർ, കപ്പാസിറ്റർ ബാങ്ക്. ഇതൊരു ഹൈ മാർജിൻ പ്രൊഡക്റ്റ് സിസ്റ്റം ആണ്. ഗ്രിഡ് ഓട്ടോമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് ഒരു റിന്യൂവബിൾ എനർജി പെനിട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഗ്രിഡിൽ ഒരു ബാലൻസ്, അതായത് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് കറണ്ടിനാണ് ഗ്രിഡ് ഓട്ടോമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇവരുടെ തേർഡ് സെഗ്മെൻറ്റ് ആണ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ. അതിൽ പ്രധാന പ്രൊഡക്റ്റാണ് ട്രാക്ഷൻ ട്രാൻസ്ഫോമർ. റെയിൽവേ ഇലക്ട്രിഫിക്കേഷനിൽ ട്രാക്ഷൻ ട്രാൻസ്ഫോമറാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. പിന്നെ ഫോർത്ത് സെഗ്മെൻറ്റാണ് സർവീസ് ആൻഡ് എക്സ്പോർട്ട്. ഇവരുടെ ഓർഡർ ബുക്ക് 29,125 crore, ഹയസ്റ്റ് എവർ ഇൻ ദ കമ്പനീസ് ഹിസ്റ്ററിയാണ്. ഈ അടുത്തായിട്ട് അവർ 2,520 crore QIP റേസ് ചെയ്തിട്ടുണ്ട് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി. ആൻഡ് അവരുടെ എക്സ്പോർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 37% ആണ്, എക്സ്ക്ലൂഡിങ് HVDC. ഇവർ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രധാന കൺട്രീസ് എന്ന് പറയുന്നത് ഗ്രീസ്, ഹംഗറി, അൾജീരിയ, മൊറോക്കോ, സിംഗപ്പൂരാണ്. GIS എക്യുപ്മെൻറ്റ്, അതായത് ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗേഴ്സ് ആണ് ഈ രാജ്യങ്ങളിലേക്ക് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രിഡ് ഓട്ടോമേഷൻ ഡിവൈസസ്, അത് എക്സ്പോർട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയ, USA, സ്വീഡൻ എന്നീ രാജ്യങ്ങളിലേക്കാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവരുടെ കംപ്ലീറ്റഡ് പ്രൊജക്റ്റാണ്. ട്രാൻസ്മിഷൻ സെക്ടറിൽ ഇവർ 400 kV എയർ ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ ബാഡിസിഡ് രാജസ്ഥാനിൽ 500 MW സോളാർ പ്രൊജക്റ്റിൽ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 300 MVAr സ്റ്റാറ്റ്കോം അനന്തപൂർ സോളാർ പ്രൊജക്റ്റിലും ഹാർമോണിക് ഫിൽറ്റർ ഇൻ കവ്ഡ സോളാർ പ്രൊജക്റ്റിലും ഇവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. റെയിൽ ആൻഡ് മെട്രോ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 128 ട്രാക്ഷൻ ട്രാൻസ്ഫോമർ ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഇവർ കൈമാറിയിട്ടുണ്ട്. 132 kVയും 220 kV സ്കോ ട്രാൻസ്ഫോമർ സെൻട്രൽ റെയിൽവേയിലേക്കും ഇവർ കൈമാറിയിട്ടുണ്ട്. ഇനി ഇവരുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വഡോദരയിലും മൈസൂരിലുമായിട്ട് ഇവർ പുതിയ കപ്പാസിറ്റി അടുത്ത 4-5 വർഷത്തേക്ക് പെർ ഇയർ 4,000 crore വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ഫോർ ഫാക്ടറി ആൻഡ് കപ്പാസിറ്റി ബിൽഡ് ഔട്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ടിൽ ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ പ്രോഗ്രാമിലും
ഇവർ ഗ്രിഡ് മോണിറ്റൈസേഷനിലും ഇവർ നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായി കമ്പനിയുടെ ക്വാർട്ടർലി ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ സെയിൽസിൽ ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റിൽ ഗ്രോത്ത് ഉണ്ട്. ആൻഡ് കറൻറ്റ് ക്വാർട്ടർ ജൂൺ 2025 സ്ലൈറ്റ് ഡീഗ്രോത്ത് ഇൻ സെയിൽ കാണാം. അതുപോലെ പ്രോഫിറ്റിലും സ്ലൈറ്റ് ഡീഗ്രോത്ത് കാണാം. മാർജിനിലും 13% നിന്ന് 10%ലേക്കുള്ള ചെറിയൊരു ഡിപ്പും കാണാം. ആനുവൽ ഫൈനാൻഷ്യൽ റിസൾട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സെയിൽസ് ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, മാർജിനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത് ഇംപ്ലൈ ചെയ്യുന്നത് ഹൈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിലേക്ക് ഫോക്കസ്ഡും എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഫോക്കസുമാണ്. നെക്സ്റ്റ് കീ ഗ്രോത്ത് ഡ്രൈവേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഒരു സെക്ടോറൽ ടെയിൽവിൻഡ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കാണാം. ഫ്രം എനർജി ട്രാൻസിഷൻ ഫ്രം നോൺ റിന്യൂവബിൾ ടു റിന്യൂവബിൾ എനർജി. സെക്കൻഡ്ലി ബഡ്ജറ്ററി സപ്പോർട്ട്. ഫിനാൻഷ്യൽ ഇയർ 2025 19,000 കോടി രൂപയാണ് എനർജി സെക്ടറിലാണെങ്കിൽ നെക്സ്റ്റ് 2026 ഫിനാൻഷ്യൽ ഇയറിൽ 26,550 കോടി രൂപയാണ് എനർജി സെക്ടറിന് മാറ്റിവെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് ഒരു 1,00,000 crore ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ കാണാവുന്നതുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നാഷണൽ ഡാറ്റ പോളിസി വെച്ച് ഡേറ്റാ സെൻറ്ററിലും റെയിൽവേയിലും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കാണാം. ഇവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. പവർ ട്രാൻസ്ഫോമറിനും ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ കോമ്പോണൻസിനുമായിട്ട് വഡോദരയിൽ ഒരു പ്ലാന്റ് ഉണ്ട്. ട്രാൻസ്ഫോമർ കോമ്പോണൻറ്റ് ഇൻസുലേഷനായിട്ട് ഗുജറാത്ത് ഹനോളിലൊരു പ്ലാന്റ് ഉണ്ട്. കർണാടകയിലെ മൈസൂരിൽ പ്രസ് ബോർഡ് ആൻഡ് ഇൻസുലേറ്റിംഗ് മാനുഫാക്ചറിന് ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ട്. കർണാടകയിൽ തന്നെ പവർ ക്വാളിറ്റി ആൻഡ് സ്റ്റാറ്റ്കോം ഡിവൈസിനായിട്ട് ഒരു പ്ലാന്റ് ഉണ്ട്. തമിഴ്നാട് ചെന്നൈയിൽ ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് പവർ ഇലക്ട്രോണിക്സിനായിട്ട് ഒരു പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആസ് എ ഹോൾ ഇന്ത്യൻ 500 GW റിന്യൂവബിൾ എനർജി ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഹിറ്റാച്ചി എനർജി ഇന്ത്യ പ്ലേ എ മേജർ റോൾ. സോ കൈൻഡ്ലി സ്റ്റഡി ആൻഡ് ഇൻവെസ്റ്റ്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. നിങ്ങൾക്ക് ഏത് കമ്പനിയെ കുറിച്ചാണ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.